ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക, ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ സമയം 9:25 ഞാൻ ഇറങ്ങുന്നത്. സ്കൂളിലടാ, സ്കൂളില് എന്ത് എപ്പോഴാണ് സ്കൂള്? വെറുതെ ടീച്ച ഞാൻ വല്ല കൊച്ചച്ഛനാണ്, അച്ഛൻ്റെ അനിയന്. ആദ്യം ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇന്ന ഇതേമാതിരി ആൾക്കാർ ഞെട്ടിച്ചു ഒക്കെ പകരം വീട്ടുണ്ട് നമ്മൾ. വെറുതെ സ്കൂൾ പോകാത്തെന്ന് പറഞ്ഞു ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞ പോലെ ഇറങ്ങാൻ വേണ്ടി പോകണം. ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആദ്യം റെഡി ആവണം. അവിടെ അവിടത്തേക്ക് വീഡിയോ കൊണ്ട് ചെന്നാൽ നമുക്കിത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആവും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ആര്യം നമുക്ക് വൈകിട്ട് കാണാം, രാത്രി കാണാനായിട്ടുണ്ടാവും. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ചോർന്ന് ചിട്ടായിട്ടുണ്ട്. കുപ്പായിട്ട് വന്നിട്ട് പോകണോ ടാറ്റാ. ഓക്കെ ബൈ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മിനിറ്റ് ആയി. പോവാം. കൂമം നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ കൂമനില്ല അല്ലേ? സത്യം പറഞ്ഞാൽ കൂമം പോയതിൽ ഭയങ്കരമായിട്ട് ഫീലുണ്ട് കേട്ടേക്ക്. കാരണം കൂമന്റെ കാര്യത്തിൽ ഞാൻ ഫസ്റ്റ് ഡബിൾ മൈൻഡായിരുന്നു. എന്ത് ചെയ്യണം, കൂമനെ കൊടുക്കണമോ അതോ കൂടെ നിർത്തണമോ, കൊടുക്കണമോ കൂടെ നിർത്തണമോ. കൂമനെ ഞാൻ കൊടുക്കാന്ന് തീരുമാനിച്ച് വെച്ച് നല്ല വിലക്കൊരു ടീം വന്നതായിരുന്നു, നല്ല വിലയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടീം വന്നതായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് ആ ടൈമിൽ എനിക്ക് തോന്നി കൊടുക്കണ്ട. പിന്നെ ഞാൻ വില നോക്കാതെ പകുതി നമുക്ക് പകുതി ഓനെന്നുള്ള വിലയാക്കി. പുല്ലും കൊണ്ട് പോകണണ്ട, പശു ഉണ്ട് ഇവിടെ, പശുവിന് കൊടുക്കാനാണ്. മഴയ്ക്ക് നല്ല കുറവുണ്ടായത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് വലിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോടിന് കുണ്ടില്ലാത്ത തോടാണ്, വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോയി. കൃത്യം 9:30. വലട്ടാ എത്ര മണിക്ക് ഹാജരായി? 8:15. നടന്നോ? എത്ര കൂടി? 5 കിലോമീറ്ററോ? 5 കിലോമീറ്റർ ഓടി അറിയുമ്പോൾ 110 ഉറുപ്പ്യ കിട്ടി. ആടാ മുടികെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഒരു 40 കിട്ടി. അപ്പൊ 150 ഉറുപ്പ്യ ആയില്ലേ? അപ്പൊ ബാലേട്ടൻ്റെ ഒപ്പം എത്തണമെങ്കിൽ നമുക്ക് ഒറ്റക്കൊത്ത് ഒരു 200 ഉറുപ്പ്യ ട്രിപ്പ് കിട്ടണം. കാരണം മൂപ്പര് ഇപ്പോഴും എൻ്റെ മുന്നിലാണ് അല്ലേ? ഞാൻ പരമാവധി ശ്രമിക്കാട്ടോ. ആരിഫ് പോവാണ്, ആരിഫാക്ക് പോയി, അത് വീണ്ടും തള്ളാം. അതുപോലെ കിട്ടണം. ഇപ്പൊ ബാലേട്ടനൊക്കെ ഇതൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ വിടി. ഇത് നാട്ടിലത്തെ വണ്ടിക്കാരാണ്, അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ കുളിച്ച് അറിയാം എന്തപ്പോൾ കാട്ടുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്താ ഫ്രണ്ട് വരെയുള്ള അവസ്ഥ ആവും. ഞാനിപ്പോൾ കൊണ്ടുവന്ന് നിർത്തുന്ന സമയം പറഞ്ഞില്ലേ, അപ്പോൾ നിർത്തിയത് ഒരു 12ാമത്തെ വണ്ടിയൊക്കെ ആയിട്ടാണ്, 13ാമത്തെ വണ്ടിയൊക്കെ ആയിട്ടാണ്. ഒരു 9, 10, 11, 12, ഇപ്പോൾ 12ാമത്തെ വണ്ടിയാണ്. പോട്ടെ ഇരിക്കണ്ട. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ മുന്നേ വരുന്ന പോയോട്ടെ. ഏറ്റവും ബാക്കത്തെ വണ്ടിയാണ് ഞാൻ. യാസർക്ക എന്താ അവസ്ഥ? ഓക്കെ അല്ലേ? ഇന്ന് വളരെ മോശമാണ്. എപ്പോഴെത്തിയേ? രാവിലെ 6:45 എത്തിയിട്ട്. 6:45 വന്നു. ആകെ 2 ലോക്കൽ എത്തിയുള്ളൂ. അതിൽ 1 ലക്ക് കിട്ടിയാണെങ്കിൽ കഴിച്ചില്ല. അതിൻ്റെ 2:30 2 ലോക്കൽ. ഇപ്പം സമയം 9. അത് കൂടും, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ആ നേരത്തെ വണ്ടി ഉണ്ടോ? 4 വണ്ടി. അനങ്ങണില്ല വണ്ടിയില്ലേ? സ്റ്റക്കായി കിടക്കുക. അതെന്തേ? എയർപോർട്ട് പോയതാ പറയാ ഞങ്ങളെ കാക്കേട്ടാ. സ്വരാജ് ജയിക്കും പോലോ, അത് ഞാൻ യാതൊരു ബന്ധമല്ല കേട്ടോ. ഇറങ്ങേ മുനിയാണ്ടി പയ്യ വണ്ടി തള്ളേ, വണ്ടി തള്ളണേ. തല മറിച്ച് നടക്കേ, വാണിമ്പത്തിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോ. ഏതായാലും ഞാൻ അടുത്ത് മലയാളി സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാണ്. എപ്പോഴെത്തിയേ? ഞാൻ 7 മണിക്കൊന്നുണ്ട്. എന്താ അവസ്ഥ? 2 ലോക്കലെത്തി. മോശമാണല്ലേ? അരിയേട്ടൻ്റെ എന്തായി, ക്ലാസ്സൊക്കെ ചേഞ്ച് ചെയ്തോ? ക്ലാസ് മാറ്റില്ലേ?
ഗ്ലാസ് ചെറുതായിട്ടും പൊട്ടിട്ടാ അതാ അത് പൊട്ടിയില്ലേ ചെറുതായിട്ടും പൊട്ടി മതിയില്ലേ എത്ര അത് 140 റുപ്യ 140 ഞാനേ വണ്ടി ഉള്ള കേട്ടോ എൻ്റെ വണ്ടി ബാക്കിലാണ് ഓ മൈ ഗോഡ് ആരും ഇല്ലാത്തതുകൊണ്ട് തിരക്കിട്ടില്ല കരച്ചു കൊടുത്തു ഇതൊക്കെ ഞാൻ നോക്കണ്ടാണ് എന്നെ കഴിഞ്ഞിട്ടാണ് തകർക്കാൻ പയ്യനാണ് എന്റെ കഴിഞ്ഞിട്ടാണ് ഒരു ട്രിപ്പും കൂടി എടുക്കാൻ നമുക്ക് നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് അത് ഞാൻ പോയി എടുക്കട്ടോ നമ്മുടെ ഫോൺ ട്രിപ്പ് ഏതാണ്ടൊക്കെ ചെറുമട്ടത്തിലൊക്കെ അതായത് ഒരു 7% കാലുമാണ് 3-ൽ നിന്നും 7 ആയിട്ടുണ്ട് അത് അതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്കൊരു ദിവസം 15 കോളെങ്കിലും വരണം ഇപ്പൊ ഇന്നലത്തെ ഒരു ദിവസം നമുക്ക് വന്നത് 6 കോളാണ് 6 കോൾ കൊണ്ട് കാര്യമില്ല ഒരു ദിവസം 15 കോള് ഏറ്റവും ചുരുങ്ങിയത് അതായത് ഏറ്റവും ചുരുങ്ങിയത് 15 കോൾ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നല്ലതും ഉണ്ടാവും നല്ലത് പറഞ്ഞാൽ ലോങ്ങും ഉണ്ടാവും ലോക്കലും വേണം അങ്ങനെയുള്ള ഒരു 15 കോളാണ് നമുക്ക് വരേണ്ടത് അതാകുമ്പോൾ നമുക്ക് അടിച്ച പൊളിച്ച രീതിയിൽ ഓടാം ഇതൊക്കെ ഏറ്റവും ചുരുങ്ങിയ ഫോൺ ട്രിപ്പാണ് അപ്പൊ ഇന്നൊന്ന് ഇപ്പൊ ഉണ്ട് ഈ നേരത്തെ ഉണ്ട് ഇപ്പൊ 9:50 രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഞാൻ ഇവിടെ ഈ ഇലാജ് ലാബിന്റെ അടുത്ത് ഇങ്ങനെ കോട്ടയം കജ്ജി പിടിച്ച് നിൽക്കുന്ന ആളുണ്ടല്ലോ അതാണ് നമ്മുടെ നാസറാക്കാനെ കൊണ്ടുപോകാനാണ് എന്താ വണ്ടി ഇത് വണ്ടിന്റെ ടാങ്കിലേക്ക് ടാങ്ക് എംസിൽ ചൊട്ടിച്ചാലേ വളവാ നാസറാക്കാനെ ഇറക്കി നാസറാക്കാന്റെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് നാസറാക്കന്റെ ഗുരുനാഥനാണ് ഗുരു ആവാനുള്ള കാരണം ഞാൻ ഓട്ടോ എടുക്കുന്നതിന്റെ മുമ്പ് ഡെക്കറേഷനിലായിരുന്നു പണി ഡെക്കറേഷനിൽ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്ന പണിയായിരുന്നു അപ്പൊ അങ്ങനെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മെയിൻ പണിക്കാരനാണ് മേസ്തിരി എന്നൊക്കെ പറയുന്നത് ആണ് നാസറാക്കാന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് ബാപ്പുവാക്കാന്ന് അവർ രണ്ടുപേര് ശിഷ്യനായിട്ടാണ് ഞാൻ ചെല്ലുന്നത് അങ്ങനെ അവർ നല്ല രീതിയിൽ എന്നെ പണി പഠിപ്പിച്ചു ഞാനും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പണിയായി മാറിയത് ഞാൻ തന്നെ ആ പണി പെട്ടെന്ന് പഠിച്ചു നല്ല പിന്നെ അത് നമ്മൾ കയറുമ്പോൾ എനിക്ക് കൂലി കുറവും അവർക്ക് കൂലി കൂടുതലായിരുന്നു ഒരു 3-4 മാസം കൊണ്ട് ഞങ്ങളുടെ കൂലി ഈക്വലാക്കാൻ വേണ്ടിട്ട് എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാല് ഞാൻ അത്ര കണ്ട് ഞാൻ പണി പൊട്ടിച്ചു പിന്നെ മുതലാളിനോട് നല്ല ബന്ധമായി അങ്ങനെയൊക്കെ പോകുന്ന പോക്കിലായിരുന്നു ഓട്ടോ എടുക്കാനുള്ള നിർദ്ദേശം തന്നത് ഒന്ന് ബാപ്പുവാക്കെ നാസറാക്കാൻ തന്നെയാണ് അവരാണ് എന്നെ കൊണ്ട് ഈ ഒരു വണ്ടി എടുപ്പിക്കുന്നത് അവരാണ് എൻ്റെ കൂടെ ഈ വണ്ടി എടുക്കാനൊക്കെ വന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല എന്തായാലും അവരൊക്കെ കയറി കഴിഞ്ഞാൽ വാടക കയറും കേട്ടോ നാസറാക്കാന്റെ വീട്ടിലേക്ക് 50 രൂപയാണ് വാടക എത്ര കൃത്യമായിട്ട് തരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞതുണ്ട് അതാണ് അതിന്റെ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരുക്ക ഫൈസൽ വെള്ളുവങ്ങാട് പേര് പറയാന്ന് ചോദിച്ചിരുന്നു പേര് പറഞ്ഞിട്ടുണ്ട് ഞാളെ കാണുന്ന നിങ്ങൾക്ക് ഞങ്ങളെ ഡേറ്റ് ഒക്കെ നമ്പർ കൂടി കാണാൻ ആള് അപ്പൊ പേര് പറഞ്ഞു കണ്ടോ പിന്നെ അസീസ് ഇരിഞ്ഞാലക്കുട ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു ഡൗട്ട് ഉണ്ട് അസീസ് ഇരിഞ്ഞാലക്കുട പറഞ്ഞിട്ടില്ലെങ്കിൽ അസീസ് ഇരിഞ്ഞാലക്കുട അപ്പോൾ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും നല്ലൊരു ഹായ് ഇന്ന് മഴയൊന്നുമില്ല നല്ല സുഖസുന്ദരമായിട്ട് ലൈൻ ചെയ്യുന്നു അപ്പൊ സമയം എന്ന് പറഞ്ഞ 10:15 ഞാനിപ്പോ വണ്ടിയിൽ വല്ലാതെ ഇരിക്കാറില്ല മഴയില്ലെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഒരു പരുന്തിനെ പോലെ അല്ലെങ്കിൽ ഒരു കഴുകനെ പോലെ ഞാനിങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കും അങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാരോ അല്ലാതെ കവറും പിടിച്ചൊക്കെ വരുന്ന ആൾക്കാരൊക്കെ പിടിക്കാൻ നോക്കട്ടെ ഓരൊക്കെ ഇത് ഞാൻ ഒറ്റക്ക് വർത്തനം പറയുന്നത് 10:40 കാര്യമായ രീതിയിലുള്ള കളി കളിക്കണില്ലട്ടാ കാര്യമായ രീതിയിലുള്ള കളി കളിക്കണല്ലോ ഇപ്പൊ വന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വണ്ടൂരിൽ തന്നെ ഒരു 2 കിലോമീറ്റർ 300 മീറ്ററും അകലെ 50 രൂപ പോയിട്ട് ആ 50 രൂപ കിട്ടി റിട്ടേൺ അങ്ങാടിക്ക് തന്നെയാണ് എന്താ പറയാ അപ്പൊ ഞാൻ വെറുതെ പോക്കറ്റിൽ കൈയിട്ടപ്പോഴേ പോക്കറ്റിൽ ഞാൻ ഓടിയതിനെക്കാട്ടിന് പൈസ ഒരു 200 നോട്ടൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഞാൻ ഇതിലെങ്ങനെ 200 തൊട്ട്
അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇന്നലെ രാവിലെ ഞാന് ഒരു 260 ട്രിപ്പ് പോയി പറഞ്ഞില്ല. ആ ട്രിപ്പ് പോയ പൈസ ഞാൻ ഈ കാക്കിയിലായിരുന്നു വെച്ചിരുന്നത്. ഈ കാക്കിയാണ് ഞാൻ ഇട്ടിരുന്നത്. ഇതറിയുമ്പോ കാക്കി ടീഷർട്ടിന്റെ മേലെ ഇടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ കാക്കി ഇട്ടിരുന്നു. അത് അങ്ങനെ കുടുങ്ങിയതാണ്. അങ്ങനെ കുടുങ്ങാന്ന് പറഞ്ഞാല് അതായത് ഇങ്ങോട്ട് പോകുന്നപ്പോ ഒരു 3 ആള് വണ്ടിയിൽ കയറി. അതാണ് ഞാന് അത് അപ്പൊക്ക് ഡയലോഗ് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റാൻ. അപ്പൊ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ ചിന്നത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ പൈസ നിന്റെ കയ്യിലില്ല. അതായത് അവൾ എടുത്തു വെക്കും. അല്ലാതെ അവൾ എന്നോട് പറയാതൊക്കൊന്നുമില്ല. എന്നിട്ട് എന്നോട് പറയും ഈ തിരുമ്പിയപ്പോ കിട്ടിയ പൈസ എന്നൊക്കെ പറയാണ്ട് ഷോക്കേസിനെ തന്നെ വെച്ചിട്ടുണ്ടാവും. അവള് എന്നിട്ട് ആ പൈസ കൊണ്ട് അവളുടെ അതായത് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മറക്കുമല്ലോ. അപ്പൊ നമ്മളോട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞാല് പലചരക്കിൽ എന്തെങ്കിലുമൊക്കെ മറന്നോടുണ്ടാവാം, അല്ലെങ്കിൽ അവള് പറയാൻ മറന്നുണ്ടാവും. അത്ര സാധനങ്ങളൊക്കെ അവൾ അതുകൊണ്ട് വാങ്ങിക്കും. അവൾ ഡെയിലി 50 എന്റെ പേഴ്സിൽ നിന്ന് എടുത്ത് വെച്ചായിരുന്നു. ഇപ്പൊ വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എനിക്ക് വളരെ ഉപകാരമാണ്. കാരണം മീൻ വാങ്ങുന്ന ചില ദിവസം ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി മറക്കും, അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ മറക്കും. അപ്പോഴൊക്കെ അവൾ ആ പൈസ എടുക്കും. അവളുടെ റീചാർജിന്റെ മൊബൈൽ റീചാർജിലേക്കുള്ള പൈസ അത് ആ ഒരു 50 രൂപ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയൊക്കെ. ഏതായാലും ഞാനും കരുതി 200 രൂപയ്ക്ക് ഓടിയിട്ടില്ല. പിന്നെ ഇപ്പൊ എങ്ങനെ പോക്കറ്റ് കഴിച്ചിട്ട് ഈ പൈസ. അപ്പൊ അത് എടുത്തേക്കാം. അത് നമ്മളെ പൈസക്ക് ഇരിക്കാം. ഞാൻ ഒരു ലോക്കലും കൂടി ഉണ്ട്. ഞാൻ അങ്ങാടിക്കടെ എത്തിയിട്ടുള്ളൂ. അപ്പത്തിന് ഫോൺ ട്രിപ്പ് ഒരു ലോക്കലും കൂടി ഉണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു ഡോക്ടറെ ലുക്കുമാൻ എന്ന് പറയുന്ന ഡോക്ടർ, ഞാൻ ആര്യകുട്ടിനെയൊക്കെ കാണിക്കാൻ ഇന്നെ കാണിക്കാനൊക്കെ പോയിരുന്ന ഡോക്ടറുണ്ട് ലുക്കുമാൻ. അപ്പൊ ലുക്കുമാൻ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ ഇവിടെ 2 വീട് കഴിഞ്ഞാലായി. അവിടെ നിന്ന് അവരെടുത്തിട്ട് വേണം പോവാൻ. ആ വണ്ടി ഇങ്ങോട്ട് പോകണോട്ടെ. ഇന്നലെ അടിച്ച എണ്ണൊക്കെ തീർന്നു കേട്ടോ. അത് ഇന്നലെ തന്നെ തീർന്നിരിക്കണേ. 2 ലോക്കൽ എടുത്തിട്ട് അടിക്കാതിരിക്കും. അതാ പേര്. ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് 350 രൂപയ്ക്ക്. തീരല്ലേ 350 രൂപ. ഓ താത്ത ജൽദി ജൽദി പോയിട്ട് എന്തോ പ്രത്യേകിച്ച് പരിപാടി എന്തോ ഉണ്ട്. ഫോറസ്റ്റ് 7 350 രൂപ പോയിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. ഇനി പോയി കുത്തിരിക്കാനാണ് പോണ്ടേ. കാണ്ടുങ്ങളെ രണ്ടാളെ കാണണ്ട്. എന്താ അങ്ങനല്ലേ എന്താ വണ്ടിമ എഴുതണെങ്കി വണ്ടിമ എന്താ എഴുതണേ? എന്താണ് എഴുതണത്? കരിങ്കണ്ണ നോക്ക്. അതെന്താ? ആരെ പിരാഗിയെ? നിങ്ങൾ പിരാഗി അറിയണ്ട്, ഇയാളെ പരാതി അറിയണ്ട് കേട്ടോ. എന്താണ് മാറ്റാണെങ്കിൽ ഗ്രീസ് കൊടുക്കാണ്ട്. അങ്ങനെ ഗ്രീസ് അപ്പൊ ഏറെ നിങ്ങളെ കച്ചിട്ട് കുടുങ്ങി. ഞാൻ വേറെ വാങ്ങി. അപ്പൊ അത് പൊട്ടിച്ചിട്ടില്ല. എത്ര? 70 രൂപയ്ക്ക് ഇന്നലെ വാങ്ങി. അതായത് മൗണ്ട് കിടാൻ ഉണ്ടാവൂല. ഒരു ഭാഗത്തും അടിച്ചാൻ പറ്റൂ. ഗ്രീസ് അടിച്ചാൻ പറ്റൂലേ? ഗ്രീസ് അടിച്ചാണ്ടാവും. വാണേ പോണ്ടേക്കോളെ 70 രൂപ. ഓ കേട്ടങ്ങള് ഞാനാ വലിയ ഉപ്പിയാണ് ആരന്റെ. അത് ലാഭം കൊണ്ടല്ല. പിന്നെ മിന്നത്ത് വാങ്ങിയേ തിരിച്ചിടും. ഓൻ ഏത് കൊടുക്കും, അവരൊക്കെ ഏതും റിട്ടേൺ ഏത് കൊടുക്കും. പൊട്ടിച്ചിട്ടില്ലല്ലോ ചെങ്ങന്മാരെ. ഒരു ട്രിപ്പിലാണ്. 1-2 ട്രിപ്പുകൾ എടുത്തിട്ടോ. 1-2 ട്രിപ്പ് എടുത്ത് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ആണ്. യാത്രക്കാർ കുട മറന്നു എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് തന്നെ ട്രിപ്പ് പോയി മടങ്ങി വരും. അപ്പോൾ ഇവിടെ എവിടെ വേണം മറന്നു നോക്കാം. ട്രിപ്പ് ഇല്ല എന്നുള്ളത് കണ്ടറിയാം. സ്റ്റാൻഡില് ആളുകൾ കുറവാട്ടോ, വണ്ടിയൊക്കെ കുറവാണ്. എന്താ പറയാ, മോശം അവസ്ഥയാണ്. അത് നോക്കാം. നമുക്കിപ്പോൾ സമയം 11:45 എന്തെങ്കിലും കിട്ടും. നാട്ടിലേക്കാണ്. ഇപ്പൊ നാട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊരു 100 രൂപ ട്രിപ്പായി. എന്തായാലും അങ്ങനെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ഒരു 150-200 അടിക്കാം. ചെങ്ങന്മാരെന്ന് ഓടാൻ ഇറങ്ങിയിട്ട് 12:30 ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തുന്നത് കേട്ടോ. ഫസ്റ്റ് ഗ്യാപ്പിൽ ഞാൻ ഇരിക്കുന്നത് 12:30. ഈ നേരം വരെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നല്ല ലോക്കൽ ഓട്ടത്തിലായിരുന്നു. നല്ല ഓട്ടമല്ല, ഒരു മിഡിൽ ലെവലിലൊക്കെ ലോക്കൽ ഓടി. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നമുക്കിനിപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. ഫസ്റ്റ് ഗ്യാപ്പ് അല്ലേ, ഒരു 100-150 റുപ്യൻ്റെ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷം. 200-250 കിട്ടുകയാണെങ്കിൽ അതിലേറെ സന്തോഷം. സമയം 12:30. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഞാൻ ചോറിനാൻ മതി. ഇപ്പോൾ ചായ കുടിക്കാത്തതുകൊണ്ടേ നേരത്തെ വിശപ്പാണ്, നല്ല വിശപ്പുണ്ട്. ഞാനൊരു 100 രൂപയുടെ 150 രൂപയുടെ ട്രിപ്പ് പ്രതീക്ഷിച്ചു. പക്ഷേങ്കിൽ എനിക്ക് കിട്ടിയത്
ഒരു 30 രൂപയുടെ ലോക്കലായിരുന്നു. ഒരു 30 രൂപയുടെ ലോക്കലായിരുന്നു. എന്താ പറയാ, അത് നോക്കണ്ട, അങ്ങനെ തന്നെ ഉണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കണ മാതിരി തന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല. എന്താ പ്രതീക്ഷിക്കണ പോലെ കിട്ടുകയും ചെയ്യും. ഇനി അങ്ങാടിയിലേക്ക് തന്നെ പോയാലൊന്നും എഴുതുന്നുണ്ട് ഞാൻ. പിന്നെ 12 ആവശ്യമുള്ളൂ. അപ്പൊ പോയാല് ഇപ്പൊ വീട്ടിൽ പോയി ചോറുന്ന നേരത്തെ ആവും. അപ്പൊ ഒരുപാട് നേരത്തെ പോയി ചോറിന്റെ ശീലാവണ്ട. നമുക്കൊരു 1 മണി വരെ അങ്ങാടിയിൽ ഒന്നുകൂടി നിന്ന് നോക്കാം. ലൈനിലാണ്, ഒന്നുകൂടി നോക്കട്ടെ വല്ലതും കിട്ടുമെന്നുള്ളത്. എന്റെ വിശപ്പ് എന്നെ സമ്മതിക്കണില്ല, ഭയങ്കര വിശപ്പ്. അല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങാടി എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നിൽക്കാം. ഈ അരക്കത്തരം കാട്ടിയിട്ടല്ല കേട്ടോ ഞാൻ തിന്നാക്കണ്. ഞാൻ അങ്ങാടിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. ഞാനത് ഒഴിവാക്കാനുള്ള കാരണം ഉച്ച റെസ്റ്റ് ഞാൻ ഒഴിവാക്കി. മറ്റത് ഞാൻ ഒരു 2 മണി വരെ, 2 മണി 2:30 2:15 ആ ഒരു ടൈം വരെയൊക്കെ ഞാൻ എന്തായാലും ഓടി നിന്നിരുന്നു. അപ്പൊ ഞാൻ ആ ടൈമിൽ ചെറിയൊരു മാറ്റം വരുന്നു. അതായത് ഇപ്പൊ ഞാൻ 1 മണിക്ക് 5 മിനിറ്റ് ഉള്ളൂ, 1 മണി ആവാനായി. അപ്പൊ ഞാനിങ്ങനെ ഒരു പോക്ക് പോയി കഴിഞ്ഞാല് പോയി ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്ക് എന്തായാലും ഒരു 1:30 അരമണിക്കൂർ 1:30ക്ക് ഞാൻ ലൈനിക്ക് തന്നെ വരും. മറ്റത് അങ്ങനെ അല്ലായിരുന്നു. മറ്റേ ഞാൻ നേരെ തിരിച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത്. ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ വെറുതെ ഭക്ഷണം കഴിക്കണോ എന്നുള്ളത് കറിയിക്കണോ? ചോറുണ്ട്. എന്താ കറി? ഒരു ഇളം സാമ്പാറും കൂട്ടി കഴിച്ചിട്ട് ഇപ്പം തന്നെ ഇറങ്ങാണ്. സമയം 1 മണിക്ക് 5 മിനിറ്റ് ഇറങ്ങുക. അപ്പം 7 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് കറക്റ്റ് 1:20 കേട്ടോ. 1:20 അല്ല, സോറി, 1:15 1:15 ആയിട്ടുള്ളൂ. 1:15 ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. 20 മിനിറ്റ് നമ്മൾ എടുത്തത്. ഇതൊന്നും നല്ലത്. നിന്റെ റെസ്റ്റ് അമ്മാരി റെസ്റ്റ് കഴിഞ്ഞോ? റെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട, ഓടിയാൽ മതി എന്നുള്ളിടത്തോളായി. 12th മാൻ, അയാത് 12th മാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയേക്കണം. ഇവിടെ വരുമ്പോഴൊക്കെ ഫുള്ള് വണ്ടിയാണല്ലോ, പിന്നെ എങ്ങനെ ഓടുക? പിന്നെ ഇയാളൊക്കെ അല്ലേ? അല്ല ഇപ്പൊ നേരത്തെ പോയിരുന്നത് തിരക്കേടില്ലാത്ത ട്രിപ്പാണല്ലോ. പോക്കടൊന്നും വെക്കോ? ഇത്ര നേരോ? ഒരുപാട് സമയം എടുത്ത മാതിരി. പോക്കാടങ്ങുന്നപ്പോ പോയി 2 ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചെയ്തില്ലേ? ഒരാളെ 40 50 നമ്മൾക്ക് 30 40 50 ഒക്കെ ഉണ്ട് എൻ്റെ നാട്ടിക്ക്. എൻ്റെ നാടുണ്ടായതുകൊണ്ടാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരൊക്കെ പച്ചരി വാങ്ങി പോണേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ നാട്ടിലേക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രിപ്പ് ഉള്ളതേ. തലസ്ഥാന നഗരിയാണ് ഞങ്ങളെ. ഇപ്പൊ ചെല്ലുകയാണെങ്കിൽ നമ്മളെ ഹയ ഗോൾഡിൽ ഒരു കർട്ടൻ ഉണ്ട് വല്യണ്ടിക്ക്. അത് ഈ വണ്ടിക്കൊക്കെ പറ്റി. ഈ വണ്ടിക്ക് നമുക്ക് ചെറു വണ്ടിക്ക് മതി. ഇല്ല, നമ്മളത് ചെറുതല്ലേ? കഴിഞ്ഞല്ലോ. കഴിഞ്ഞോ? എന്താ വാവേ ഇരുന്നിരുന്ന് കുണ്ടായ വാവേ? ഓട്ടത്തിൻ്റെ പവറാണ് ഞങ്ങൾക്ക്. എല്ലാവരും വർത്താനം പറഞ്ഞ് കൂട്ടം കൂടി വർത്താനം പറഞ്ഞിക്കുക എന്നുള്ളതാണ്. ഭയങ്കര മോശം ഉച്ചയ്ക്ക് ശേഷം നിരക്ക് നടക്കണം. ധനേശായിട്ട് ഞാൻ ചോറുണ്ണാൻ പോയപ്പോൾ ലൈനിലുണ്ടായ മനുഷ്യൻ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ട്രിപ്പ് നാട്ടിക്ക്. അത് എൻ്റെ നാട്ടിക്ക്, അത് കിട്ടിയത് എൻ്റെ നാട്ടിക്ക്. പാലത്തേക്ക് ആൾ ചോറിനാൻ പോട്ടെ. ഞാൻ ആ ചോറിനാൻ പോയ ടൈമിൽ അപ്പം ഈ ലൈനിൽ തോന്നും. 1.25 മണിക്കൂറായിട്ട് ഈ സ്റ്റാൻഡിൽ കുത്തിറക്കണം. ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അങ്കിങ്ങയുള്ള ആളുകളുണ്ട്. ഒരു പൂർണ്ണത ഇല്ലല്ല. ഒരു 50 റുപ്യ ട്രിപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇന്നത്തെ ദിവസം കജിന്ന് പോയിക്കണം. അത് നമ്മൾ ഈ നേരം ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. കജിന്ന് പോയ ദിവസമാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോൾ സമയം എത്ര അറിയാമോ? 3:30 അതായത് 2:20 നമുക്ക് ട്രിപ്പ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞത്. ഇപ്പോൾ 3:30 ഓക്കെ. അവിടെ ട്രിപ്പ് നേരത്തെ പോലെ തന്നെ കേട്ടോ. നമ്മൾക്ക് ഒരു ലോക്കലാ മുന്നിൽ ഇരുന്നിട്ട് കിട്ടിയത്. ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ 4 മണിയായി. പക്ഷെങ്കിൽ ആ ലോക്കല് കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു പോരുന്ന പോരല് ഒരു താത്ത അവിടെ തന്നെ കൈ കാണിച്ച് കയറി. അപ്പൊ അവരൊരു 70 രൂപ പോയിന്റിക്കായിരുന്നു. 70 രൂപ അവരുതും കിട്ടിയ. അങ്ങനെ 100 രൂപയുടെ ട്രിപ്പ് ഇപ്പോൾ ഒരു ഒറ്റക്കുത്തിൽ കിട്ടി എന്നുള്ളതാണ്. ഓട്ടം വളരെ മോശമായി. എനിക്ക് ചൂണ്ടിട്ടാനൊക്കെ പോകാൻ തോന്നുന്നു.
നമ്മൾ പ്രതീക്ഷിച്ച മാതിരി സാധനം പ്രതീക്ഷിച്ച മാതിരി നമ്മളല്ല ഓവർ പ്രതീക്ഷയല്ല. നമുക്ക് ഓട്ടം മോശമാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓട്ടം മോശമായി കഴിഞ്ഞാൽ മോശമുള്ള ദിവസമാണ് നമ്മൾക്ക് ഈ ചൂണ്ടലിടാനും അതുപോലെ മറ്റെന്തെങ്കിലും പരിപാടിക്ക് തിരിയണമെങ്കിൽ തിരിയാൻ പറ്റുക. പിന്നെ ഇതിന്റെ ഓട്ടോ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ടൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അതെന്താ 2 സ്റ്റാൻഡാണോന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിയാണ്. ഞാനിപ്പോൾ ഞങ്ങളുടെ റോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ റോട്ടിലേക്ക് ഇവിടെ ശ്രദ്ധിച്ച് പോകണം. ഇപ്പോൾ സ്കൂൾ വിട്ട് നേരം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതൽ. ഇപ്പൊ കാണില്ല വണ്ടിയിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഓട്ടോ സ്റ്റാൻഡ്, ഇതൊരു സ്റ്റാൻഡാണ്. അതിന്റെ ബാക്കിലാണ് ഇതിന്റെ സ്റ്റാൻഡ്. അതെന്താ വെച്ചാൽ ഞങ്ങള് ഈ ബസ് സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന യാത്രക്കാരെ ഓട്ടമോടാം എന്ന് കരുതിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശരിക്കും ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവുന്നത് അവിടെ നിന്നാണ്. അത് പിന്നീട് ഞാൻ വരുന്നതിന്റെ മുമ്പേ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് ഈ ഓട്ടോ സ്റ്റാൻഡ്. ഇങ്ങനെ തന്നെയാണ്. ഞാൻ വരുന്നതിന്റെ മാത്രമല്ല, ഒരുപാട് മുന്നേ തന്നെ എങ്ങനെയാണ് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഓട്ടോ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് 2 സ്റ്റാൻഡുകാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. തമ്മിൽ സൗഹൃദം ഒക്കെ ഉണ്ട്. ഞാനും വേണമെങ്കിൽ അവിടെയും പോയി ഓടും, ഇവിടെ ഓടും. പക്ഷേങ്കിൽ ഈ സ്റ്റാൻഡാണ് പ്രധാന സ്റ്റാൻഡ്. ഇവിടെയാണ് ഇവിടെ ഒരുപാട് വണ്ടികൾക്ക് നീട്ടിയിടാനുള്ള സ്ഥലമുണ്ട്. അവിടെ അതില്ല. അങ്ങാടിയിൽ കുറെ നേരം നിന്ന് ഈ മഴയത്ത് നമുക്കൊരു ലോക്കിൽ കിട്ടി. പറയത്തക്കുള്ള നല്ലൊരു ട്രിപ്പ് പോലും നമുക്കിന്ന് കിട്ടണമല്ലോ. എന്താ ചെയ്യാ, ഒരു നല്ലൊരു ട്രിപ്പ് നമുക്ക് കിട്ടണല്ലോ. കാരണം ഒരു കുണ്ടിക്ക് റോഡൊക്കെ വളരെ മോശമാണ്, മറ്റാണ് ഇറക്കിയിട്ടുള്ളത്. ഒരു പറയത്തക്കുള്ള ഒരു ട്രിപ്പ് കിട്ടിയിട്ടില്ല. ഞാനൊരു ചായ കുടിക്കണം. ചായക്കൊക്കെ പൂജാവിൽ തുടങ്ങി. അതായത് നമ്മുടെ ആൾക്കാർ ആരെങ്കിലും സ്റ്റാൻഡിലുണ്ടോ നോക്കാം. നമ്മുടെ ആൾക്കാരാണ് നമ്മളൊക്കെ ചായക്ക് പോരുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഓലയും കുപ്പിയിലിട്ട് പോവാം. ബാലേട്ടുണ്ട്, ബാലേട്ടനെ വെറുതെ വിളിച്ചു നോക്കിയാലോ. ചേട്ടാ ഒരു ചായ കുടിച്ച വരി. ചേട്ടനെ വിളിച്ചു വെറുതെ ഒരു ചായ കുടിച്ചാറാണ്. വരിയാവോ? ചിലപ്പോ വരും. മട്ടൊന്നും ഇല്ലേ? എന്താണ് ഏട്ടാ തിരിയ? വരി 2 ആളുണ്ട്. അപ്പൊ നമ്മളെ മൊലാളിക്കൂടെ വണ്ടി ഇരിച്ചണം പോലെ നമ്മളൊന്ന് മാറ്റി കൊടുക്കാം. പാലേട്ടുണ്ടോ? എങ്ങോട്ട് വരാം? കമ്പുണ്ടായതുകൊണ്ട് കാര്യമില്ല. കമ്പുണ്ടെങ്കിൽ പോയി പിടിച്ചണോ? ഞങ്ങൾക്ക് വണ്ടി ഒന്ന് തള്ളും ചെയ്യാം. വേണ്ട, വേണ്ട. ഇന്നലെ പോയി. ഞാനെന്താ ചേട്ടനും നമുക്ക് ഈവനിങ് സ്നാക്സ് പോട്ടോ. ഈവനിങ് സ്നാക്സ് അവിടെ ഈവനിങ് സ്നാക്സ് ഇവിടെ അടുത്ത് പോവാം. ഇവിടെ പ്രത്യേകിച്ച് ഓഫർ ഉണ്ടായതുകൊണ്ടല്ല, നമ്മളെ ആൾക്കാരാണ്. ബജ്ജി കോർണർ എവിടെ കല്ല് വെച്ചിക്കണതിന്? ഇവിടെ അപ്പുറത്തോ? അതൊക്കെ ചെറിയ കല്ല. അതുമാതിരി ഗിയറിന്റെ പ്രശ്നമാണ്. ക്ലച്ച് പിടിച്ചാണെങ്കിൽ നോട്ടെ എന്ത് സംഭവം, എന്ത് വണ്ടി ഇങ്ങനെ ദമ്മാ. ഇത് പ്രശ്നം കേട്ടോ, ജാമായിക്കണേ. നിങ്ങളെ ചാവടിയോട് കൂടി പക്കോട ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഇവിടെ അതെന്താ പോക്കറ്റ് ഷവർമ, നെയ്യപ്പം, ഇതിൻ്റെ പേരെന്താ? കേസരി, എലട, കിഴങ്ങ് പൊരി, സമൂസ, കട്ട്ലേറ്റ്, ഇത് റോള്, പപ്സ്, മുളക് ബജ്ജി, കായ ബജ്ജി, എല്ലാ കടികളും ഉണ്ട്. ഇടയ്ക്ക് 2 ചായ ദമ്മായിട്ട് 2 ചായ. എന്താ വേണ്ടേ? ഒരു മധുരം കുറച്ച് ചായ അടിക്കുന്നു. പൊരിക്കണത് ചായക്ക് പൈസ കൊടുത്താലും പോരാ, ഇവിടെ പൊരിച്ചും കൊടുക്കണം എന്ന് പറഞ്ഞു. മറച്ചിടണേ. ഇതൊക്കെ ചിലത് വെന്തുണ്ട് ഈ ഭാഗം. അപ്പോൾ ആ ഭാഗം മറച്ചിടുക. അങ്ങോട്ട് നമ്മളെ പരിപാടിയാണ്. വന്നോട്ടെ വെന്തുക്കണേ. ഇനി കുറച്ച് നേരം അടക്കി കേട്ടോ, റെഡി ആവട്ടെ. നല്ല ചായ ഉണ്ട്, ഇളം പൊക്കോട. ഒറ്റക്കൊരു പൊക്കോട സാറല്ലേ. ഷിഹാബു എന്നാട്ടോ അവരുടെ പേര്. ഞാൻ കൂരാടാന്നാ വിളിച്ചത്, കൂരാട്ടാരനാണ്. സമയം 7 മണി. അങ്ങാടിയൊക്കെ ലൈറ്റിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. സെറ്റ് അങ്ങാടിയാണ്. പറഞ്ഞിട്ട് എന്താ കാട്ടണേ, ഞാൻ 1-2 ലോക്കലൊക്കെ പോയി. വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും ഇല്ല. കാരണം എവിടേക്ക് എത്താത്തൊരു ഓട്ടം.
അജാതി ഓട്ടമാണ് ഓടിയത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ ഞാൻ വല്ലാതെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഉള്ള ദിവസം ഉള്ളതുപോലെ സത്യം പറയുന്ന ആളാണ് ഞാൻ. ഇപ്പം ഇല്ലാത്ത ദിവസം ഇല്ലയെന്ന് തന്നെ എനിക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ ആരോ കുട മറന്നു വെച്ച് പറഞ്ഞാണ്ട് ഡ്രൈവർമാർ ഇങ്ങനെ വിളിച്ചിനി. അത് ചോദിച്ചു നോക്കാം അഖിലിനോട്. ആരാ അല്ല ആരെ കുടയാണ്? എന്ത് സംഭവം? അത് ചേച്ചിൻ്റെ കൂടെ ഒരു തന്തക്കൂട പിന്നെ മിഞ്ഞാന്ന് പിന്നെ മറന്നു കുറ്റിന്ന് വണ്ടി നോക്കും മുട്ടുകാർക്ക് ബസ് കഴിയാതെ പോയി തരും. നമ്മളതിന് കുറ്റിക്കാരല്ലല്ലോ. അതല്ലാന്ന് വണ്ടി കുറ്റിന്ന് വണ്ടിയിട്ട് ഒരാണ് പോയി. ബസ് കയറി പോയി. ബസ്സിനെ പിടിച്ചാൻ പോയതാ. ചെറിയ ചെക്കനാന്നാ പറഞ്ഞേ. അമ്മ ഉണ്ടാവുന്നുള്ളൂ. 40 വയസ്സായി ഒന്നിച്ച് വന്നു. 40 വയസ്സായി പറഞ്ഞു അല്ലേ? പക്ഷെ എൻ്റെ വണ്ടിയിലല്ലോ കേട്ടോ. ഞാൻ വണ്ടി പറയാം. വലിയ കൂടല്ലേ അതില്ല. അതുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതില്ല കേട്ടോ. എനിക്കോ? ചെറിയൊരു പയ്യനാണ്. അതേ തടിയൊന്നും ഇല്ലാത്ത ഒരാളാന്ന് പറഞ്ഞത്. ഞാനല്ലേ കിട്ടിയില്ല. എല്ലാവരും വിളിച്ചാണ്ട് ഒരു 5-6 കോളൊക്കെ വന്നു ഒരേ ടൈമിൽ. ഞാൻ അതൊക്കെ ട്രിപ്പാണ്. ഞാൻ ചെറിയ ചെറുക്കണമെന്നല്ല വലിയ ഇതൊക്കെ ഓരോ കുട്ടികളെ തന്താരാണ്. അഖിലിനെ മാത്രം ഒന്ന് മാറ്റി വെച്ചാ ബാക്കിയുള്ളവരൊക്കെ. പിന്നെ 2 മൂന്നാമത്തെ ആയിപ്പോ ആയി. വേറെ പ്രത്യേകിച്ച് എന്താ മട്ടന്ന് വാവേ ഓട്ടണ്ടാ? 750 റുപ്യ എന്നെങ്കിലും കൊന്നു ദിവസം എന്നോട് ഉണ്ട് അറിയോ? 100 റുപ്യ 400 റുപ്യ കോടിയാണ്. വണ്ടിക്ക് കേടുന്നിട്ട് ടയർ പഞ്ചറായാലും പിന്നെ വണ്ടി ആയിക്കോട്ടെ. ഓക്കെ. അഖിലോ? ഒന്നും ഓടാൻ കഴിഞ്ഞിട്ടില്ല. 700. എന്താ അളിയാ അളി മാറിക്കണേ? ഞങ്ങളെ കുഞ്ഞുട്ടനാണ്. 700 റുപ്യ 600 റുപ്യ. സത്യമായിട്ട് ഞാനിപ്പോ നോക്കുമ്പോളാ കറക്റ്റ് 600 റുപ്യ. 600 റുപ്യക്ക് ഇപ്പോഴും 10 റുപ്യേന്റെ കുറവുണ്ട്. ഞാൻ തരുമോ? എന്താ കേട്ടോ. ഞാൻ 600 റുപ്യക്ക് നോട്ട് കാറിനൊന്നും പോകണ്ട. വണ്ടി വിളിച്ച് പോകാല്ലാതെ അതെ കാക്കിട്ട് വരണം കേട്ടോ. ഇത് ഓട്ടോ ഡ്രൈവറാണോ? വണ്ടൂർക്കാരനാണ് എഴുതിയാണ്ട് കാക്കിടാക്കാൻ പറ്റില്ല. കാക്കിട്ടാലേ ഓട്ടം കിട്ടുള്ളൂ. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതാ അതെന്താ സംഭവം? ഗ്രീസായത് അത് പോലടാ. മണ്ണെണ്ണ വെക്കണ്ടേ ഒരു വണ്ടിക്കല്ല. എന്തൊരു കഷ്ടപ്പെടുന്നത് ഇങ്ങനെ മാന്തി എത്ര ആൾക്കാർ കൊടുക്കുമ്പോ ഒറ്റക്ക് നിന്ന് പോയാലേ അത് സങ്കടം. എത്ര റെയിം നമ്മുടെ കുട്ടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളെ അവസ്ഥ കേട്ടോ. കുറച്ച് കഴിയട്ടെ ഇതെന്തേ പറയാം. പാത്തുമ്മക്ക് നാളെ കൊണ്ടാകാൻ മാംഗോ ആപ്പിൾ അതിലേതിലേക്ക് ഒന്ന് കൊണ്ടാകാം കേട്ടോ. നമുക്കിപ്പോഴും കുറച്ച് തിന്നാം. പിന്നെ കുറച്ച് വെള്ളരി, ഒരു കഷ്ണം മത്തന്. അത് 1 ലിറ്റർ വിളിച്ചു. 1 ലിറ്റർ വിളിച്ചിട്ടുണ്ടെങ്കിൽ 150 റുപ്യ. ഓ മൈ ഗോഡ്. ഐ തിങ്ക് അബൌട്ട് നടക്കൂല. പരിപാടി നടക്കൂല. കിട്ടൂല. അത് ഇന്നെന്താ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തന്നെ? കാണിച്ചു തരുമോ? കാണിച്ചു തരുമോ? എന്നാ കാണിച്ചോണ്ട എന്നിട്ട് എടുക്കായി. സമയം 8:30. ബുക്ക് എങ്ങനെ ശരിക്ക് തുറക്കുക? തല തിരിച്ചു പിടിച്ചല്ലേ? ഒക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. ഇതെന്തെങ്ങനെ വരട്ട് കളിച്ചേ? ശരിക്കുള്ളത്. ആഹാ ശരി കിട്ടിയോ ടീച്ചറൊക്കെ? ശരിക്കും പഠിക്കണ്ടല്ലോ നീ. ആരോ കോള് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആ സ്ഥിരം കൂടാണോ വെച്ചാൽ അറിയില്ല. മുണ്ടല്ലേ. ഹലോ ചങ്ങന്മാരെ, ഞാനിപ്പോൾ ഒരു കോള് വന്നില്ലേ?
നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. അപ്പോൾ അവർ അങ്ങാടിയിലേക്ക് ഒന്നുകൂടി വരും ചോദിച്ചു. ട്രിപ്പല്ല അത് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അത് കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ അങ്ങാടിത്തെ സ്കൂൾക്കോ ഇത് ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ലേ? ഓക്കെ. ഓട്ടത്തിൻ്റെ ഒരു ഗതി അങ്ങനെയാണ്. ഇന്ന് ഞാൻ ആകെ ഓടിയത് 600 രൂപയ്ക്ക്. 600 രൂപ കറക്റ്റ് എങ്ങനെ അറിയില്ല, കറക്റ്റ് പൈസ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഷോട്ട് അങ്ങാടി നിർത്തില്ലേ ഡ്രൈവർമാരപ്പം. അപ്പോൾ പുതിയതായി എന്ത് ഓടല്. അപ്പോൾ ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഈ നേരം വരെ ഒരു ഒറ്റ ലോക്കൽ പോലും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സമയത്തെ മുക്കാലായി. ഞാൻ അങ്ങാടിക്ക് പോയോട്ടെ, അവരെന്തിനാ വിളിച്ചറിയില്ലല്ലോ. പോരാട്ടോ പോരാട്ടോ. എന്താണ് 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 എന്താ ഇതാണ് സാധനം. നമ്മളെ കാണാൻ വന്നത് വണ്ടൂർക്കാരനാണ്. വണ്ടൂർ എന്ന് പറയുമ്പോൾ ചെറുതോടുള്ള അവരായിരുന്നു. അജുൻ ജുജു എന്ന് പറയുന്ന 2 പേരായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. എന്താണ് എന്തൊക്കെയാ കിട്ടിയത്? എന്താ ഡോറേ? ഇടുക്ക് പൊന്തിച്ച് ഡോറ. ഡോറേട്ടോ, ഡോറിൻ്റെ ഒരാളാണോ അവള്? ഇതെന്താ ഇത്? ഇതനക്ക് പൊടി കളറുകളൊക്കെയാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ടല്ലോ, പെൻസില് അത് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടിയുള്ളത്. ഇനി ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ഓരോ കളറിടാം. ഇനി കഴിഞ്ഞോ? ഇനി ഇതിട്ട് നോക്കാം, പൊട്ടിച്ച് നോക്കാം. ഇവിടെ കയറാം. ഇവിടെ അത് പാകം അല്ലെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. ഡ്രസ്സായതുകൊണ്ടേ, ഡ്രസ്സാണെന്ന് പറഞ്ഞിരുന്നവർ. ബാഗൊക്കെ ഇട്ടിക്കണേ. ഡോറാണത്. ഡോറ ബുജിൻ്റെ ആളല്ലേ ഓള്? എനിക്കിഷ്ടമായോ? ഇതൊന്ന് ഇട്ട് നോക്കാം. ഇട്ടെടുത്താ അതൊന്ന് ഇട്ട് കൊടുത്തോ. ആയിക്കോട്ടെ, പാകം തന്നെ ആയിരിക്കാം തന്നെ കയറണം. മേൽക്കോട്ടാ മതി. പാകം തന്നെയാണ് നടക്കി കണ്ടിട്ട് തോന്നുന്നത്. ഏതായാലും അവരോട് ഞാൻ വീഡിയോയിൽ മുഖം കാണിക്കണമെന്ന് വെച്ചു. അധികം ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. അവരിപ്പോൾ ഇതൊന്നും വീഡിയോയിൽ കാണണം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയണം എന്ന് കരുതിയിട്ടല്ല. അതൊക്കെ അവളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അവർ വാങ്ങുന്നതാണ്. അതാണ് ഞാൻ തന്നെ ഒരു മടിയും കൂടാതെ ഒരു വിളിച്ചപ്പാട് പോയത്. ശരിക്കും നിൽക്ക്. നാളെ സ്കൂൾക്ക് ഇതിട്ടാലോ? നമുക്ക് ശരിക്കും കാണാം. അപ്പോൾ ഈ കുപ്പായത്തിൻ്റെ ഇതൊന്നും കാണാതെ ശരിക്കും എങ്ങനെയുണ്ട്, രസമുണ്ടോ നോക്കാം. എന്നിട്ട് ഇതിന്ന് ഒരു മുടി ബണ്ണൊക്കെ എടുത്തിടാം അല്ലേ? സാറാവല്ലേ? അപ്പോൾ എന്തായാലും അവരോട് താങ്ക് യു പറയണം. താങ്ക് യു. ഡോറിനൊക്കെ എല്ലാം പറ്റിയിരിക്കണം. ഇഷ്ടാ? എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതാ ഉമ്മ.